സാധാരണഗതിയിൽ ഈ ഹൈക്കമാൻഡിന് പൂർണ്ണമായും കീഴടങ്ങുന്ന ഒരു ഘടകമേ അല്ല കേട്ടോ KPCC എന്ന് പറയുന്നത്. KPCCയുടെ ചരിത്രം അങ്ങനെയാണ്. മുമ്പ് നമുക്കറിയാമല്ലോ, ഇന്ദിരാഗാന്ധിയെ പോലെ വളരെ പവർഫുൾ ആയിട്ടുള്ള നേതാവിനെ വെല്ലുവിളിച്ചിട്ടില്ലേ AK ആന്റണി പാർട്ടി വിട്ട് പുറത്തുപോയി വേറൊരു പാർട്ടി ഉണ്ടാക്കി ഇടതുപക്ഷമായിട്ട് ചേർന്നിട്ട് സർക്കാർ ഉണ്ടാക്കിയിട്ടില്ലേ കേരളത്തിൽ, അല്ലേ? അതേപോലെ തന്നെ കെ കരുണാകരൻ സോണിയാഗാന്ധിയെ വെല്ലുവിളിച്ച് പുറത്തു പോയിട്ട് പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഏറ്റവും ഒടുവിൽ നമുക്ക് കാണാവുന്ന ഒരു ഉദാഹരണമാണ് ഉമ്മൻചാണ്ടി ഒരിക്കൽ പോലും ഈ പറയുന്ന ഹൈക്കമാൻഡിൻ്റെ വിനീത വിധേയനായിട്ട് നിന്നിട്ടില്ല. നിങ്ങൾക്കൊരു കാര്യം ഓർമ്മയുണ്ടാവണം, ഞാൻ ഡൽഹിയിലുള്ള സമയത്താണ് ടി സിദ്ദിഖിനെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് മാറ്റി MLUജുവിനെ പ്രഖ്യാപിച്ചു രാഹുൽ ഗാന്ധി. അന്ന് രാവിലെ ഫ്ലൈറ്റ് എടുത്ത് വന്നു ഉമ്മൻചാണ്ടി ഡൽഹിയിൽ, കേരള ഹൗസിൽ താമസിച്ചു, ഒരു മീറ്റിംഗ് നടത്തി, വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ തിരിച്ചു വന്നു, ടി സിദ്ദിഖിനെ തന്നെ പുനഃസ്ഥാപിച്ചു. ഈ രീതിയിൽ ഫൈറ്റ് ചെയ്യുന്ന നേതാക്കന്മാരുണ്ട്. ഇന്നിപ്പോൾ എന്താ അവിടെ പോയ നേതാക്കന്മാർ ആരെങ്കിലും കുറഞ്ഞ ആളുകളാണോ? കെ സുധാകരൻ KPCC അധ്യക്ഷൻ, VM സുധീരൻ മുൻ KPCC അധ്യക്ഷൻ, PJ കുര്യനെ പോലെ ലോക്സഭാ ഉപനേതാവായിരുന്നയാൾ, അതേപോലെ ശശി തരൂർ, രമേശ് ചെന്നിത്തല, CLP ലീഡറായിട്ടുള്ള VD സതീശൻ, ഒറ്റയാൾ കുറഞ്ഞ ആളുകളില്ല. പക്ഷേ ഇവരെല്ലാവരും ഹൈക്കമാൻഡിൻ്റെ വിനീത വിധേയരാകാനാണ് ശ്രമിക്കുന്നത്. ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കാനുള്ള ശക്തിയൊന്നും ഇവർക്കില്ല. അങ്ങനെ വെല്ലുവിളിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ കേരളത്തിലുണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ സാധ്യതയുണ്ട് എന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വം വിചാരിക്കുന്ന ഒരു ഭരണമാറ്റത്തിന് തടസ്സം നിൽക്കുമെന്ന് ഹൈക്കമാൻഡ് തന്നെ വിലയിരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം.